എയിംസുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും തമ്മിലുള്ള അതിരൂക്ഷമായ തർക്കം നടക്കുകയാണ്. കേരളവും കാത്തിരിക്കുകയാണ്. ഈ തർക്കങ്ങളെല്ലാം മാറ്റിവെച്ചാൽ എയിംസ് വരണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഈ 5 വർഷത്തിനിടയ്ക്ക് വരുമോ? തീർച്ചയായിട്ടും വരും. 23-ാം തീയതി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ കേരളത്തിൻ്റെ അസംബ്ലി തിരഞ്ഞെടുപ്പ്, മേയിലെ തിരഞ്ഞെടുപ്പിനുള്ള കേരള വിഷൻ 2006 പ്രഖ്യാപിക്കും. തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങളുടെ തുടക്കമാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിക്കുവാൻ പോകുന്നത്. അതിൽ മഹത്തരമായ പ്രഖ്യാപനങ്ങൾ ആരാധ്യനായ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കേരളത്തിൻ്റെ നീണ്ടകാലത്തെ ആവശ്യം എയിംസ് എന്നുള്ളൊരു പദ്ധതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ അറിവനുസരിച്ചും പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലുമുള്ള നിഗമനമനുസരിച്ചും മിക്കവാറും പ്രധാനമന്ത്രി അത് പ്രഖ്യാപിച്ചിരിക്കും. കാരണം എന്നും കേരളത്തിൻ്റെ വികസനത്തിന് LDF UDF പുച്ഛത്തോടെ കാണുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. എന്തിനും അവർക്ക് പുച്ഛമാണ്. നരേന്ദ്രമോദി ഉലകം ചുറ്റി നടക്കുന്നു, സുരേഷ് ഗോപി സിനിമാക്കാരൻ, ജോർജ് കുര്യനൊന്നും അറിഞ്ഞുകൂടാ, ഇവരെല്ലാം ബുദ്ധിമാന്മാർ, വളരെ ബിൽ ഗേറ്റ്സുകളാണ് ഇവരെല്ലാം, കമ്പ്യൂട്ടറിൽ ജ്ഞാനം, വളരെ IT ഫെലോകളാണ്, ന്യൂ ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിലെ നിർമ്മിത ബുദ്ധി കേന്ദ്രങ്ങളാണ് ഗണേഷ് കുമാറും ഭരണത്തിലിരിക്കുന്നവരും എന്നൊക്കെയാണ് അവരുടെ ധാരണ. ഗണേഷ് കുമാർ വെറും ഒരു നാക്കാണ് ഗവൺമെൻറ്റിൻ്റെ. എന്ത് മോശമായ രീതിയിൽ ആണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം പുച്ഛിച്ചത്. കേരളത്തിൽ പുച്ഛമേ ഉള്ളൂ, രാഷ്ട്രീയമില്ല, വികസനമില്ല. പുച്ഛവും അമ്പലക്കൊള്ളകൾ അടിച്ചു മാറ്റില്ല, കള്ളന്മാർ, വീരപ്പനേക്കാളും അപ്പുറത്തെ കള്ളന്മാർ. ടിപ്പു ക്ഷേത്രങ്ങൾ നശിപ്പിച്ച് സ്വർണം എടുക്കുന്നതിനേക്കാളും അപ്പുറത്തെ ടിപ്പുമാരായിട്ടാണ്, ന്യൂജൻ ടിപ്പുമാരാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിലുള്ളത്. സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം അത് നടപ്പിലാക്കാൻ കെൽപ്പുള്ള കേന്ദ്ര ക്യാബിനറ്റിലൊരു മന്ത്രിയാണ്. അദ്ദേഹം സിനിമ സ്റ്റൈലിലാണെന്ന് വെച്ചോ, തൃശ്ശൂർ ഞാനിനി എടുത്തില്ലേ? അതാണ് ഭാരതീയ ജനതാ പാർട്ടി. പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം പറയാവൂ. കഴിഞ്ഞ 2 ടേമിലും ഭാരതീയ ജനതാ പാർട്ടി 39 ആവശ്യങ്ങൾ പ്രകടന പത്രത്തിൽ പറഞ്ഞു. 37 കാര്യങ്ങൾ നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ് ഈ സ്വതന്ത്ര നാളിൽ ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ NDA ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ. അത് ആർട്ടിക്കിൾ 370 ആയാലും, ലഡാക്ക് ആയാലും, കാർഷിക ബില്ലായാലും, മുക്തലാഖ് നിയമമായാലും, എന്ത് നിയമമായാലും, ഡെവലപ്മെൻറ്റ് നിയമമായാലും, വിദേശ വസ്തുക്കളിലൂടെ സ്വരൂപിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളായാലും, വിദേശ ഇറക്കുമതിക്ക് വേണ്ടി നിർമ്മലാമയം പാർലമെൻറ്റിൽ കൊണ്ടുവന്നുള്ള GST അമൻഡ് ആയാലും, തുക്ലക് രീതിയിലുള്ള ഡിജിറ്റൽ സംവിധാനമായിട്ടുള്ള മണി ട്രാൻസാക്ഷൻ ആയാലും, നോട്ട് നിരോധനമായാലും, നിരവധി ആത്മനിർഭർ ഭാരതിൽ കൂടി ഭാരതം ഉയർച്ചയിലേക്ക് പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. വാജ്പേയി ഗവൺമെൻറ് ഭരണകാലത്ത് ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു, നീണ്ട നാളൊന്നും പോണ്ട, അധിക വർഷത്തിനകം ഭാരതം ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് യുഗത്തിലും ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിലും ഒന്നാമതായി മാറും. ബാങ്കുകളിൽ പോയി മണി ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം വരികയില്ല. ആ രീതിയിലുള്ളൊരു ഡിജിറ്റൽ ഭാരതം ഇവിടെ നിർമ്മിക്കുമെന്ന് അരുൺ ജെയ്റ്റ്ലിയും അന്നത്തെ ഡിജിറ്റൽ മിനിസ്റ്ററായിരുന്ന IT മിനിസ്റ്ററായിട്ടുള്ള പ്രമോദ് മഹാജനും പറയുകയുണ്ടായി. പുച്ഛിക്കുമായിരുന്നു. ഒന്ന് കേരളത്തിൽ നിന്ന് പല MP വന്ന് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. എല്ലാവരും തെങ്ങിക്കയറണമായി ഇനി സഹോദരൻ ഡിജിറ്റൽ എങ്ങനെ ചെയ്യും? തുറയിൽ നിന്ന് മീൻ പിടിച്ചു കൊണ്ടുവന്ന് മുസ്ലിം സഹോദരിമാരും അമ്മമാരും മീൻ കച്ചവടം ചെയ്യുമ്പം മൊബൈൽ കാണിച്ചാൽ മതിയോ, മീൻ കിട്ടുമോ? ആക്ഷേപിച്ചു. പച്ചക്കറി മാർക്കറ്റുകളിൽ പോയി പച്ചക്കറി മേടിച്ചാൽ മൊബൈൽ വഴി എങ്ങനെ പൈസ ട്രാൻസാക്ഷൻ ചെയ്യുവാൻ കഴിയും എന്ന് വേറെ ആരുമല്ല, പാർലമെൻറ്റിലെ വളരെ സമർത്ഥനായ ഒരു വക്കീൽ MP ഉണ്ട്, കപിൽ സിബൽ. അദ്ദേഹം പുച്ഛിച്ചപ്പോൾ ജയറാം രമേശ്, ഈ പറയുന്ന മാഡം, നിരവധി ആൾക്കാർ, കേരളത്തിൽ നിന്നുള്ള കുറേ MP മാർ,
കയ്യടിയായിരുന്നു. കാരണം ഭാരതം വികസിക്കല്ലേ. അത്രയ്ക്ക് മോശമായ രീതിയിൽ പുച്ഛങ്ങളായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി. എന്താ ഇന്ന് ഒരു മൊബൈൽ കൊണ്ട് നമുക്ക് ലോകരാഷ്ട്രങ്ങളിൽ എവിടെ വേണമെങ്കിലും പോകാമല്ലോ. മണി ട്രാൻസ്ഫർ, പോക്കറ്റിനകത്ത് പൈസ വയ്ക്കണ്ട, പിടിച്ചു പറി നടക്കണ്ട, കൊള്ളക്കാർ വരില്ല, ട്രെയിനിൽ നിന്ന് ചമ്പൽ കൊള്ളക്കാർ വന്ന് പൈസ കൊണ്ടുവന്ന് പറഞ്ഞാൽ ആക്രമണങ്ങൾ ചെയ്യില്ല. ഇന്നൊരു മൊബൈൽ മാത്രം മതി ഇന്ത്യ സഞ്ചരിക്കുവാൻ, ലോകത്തെവിടെ സഞ്ചരിക്കുവാനും. ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ വേൾഡിൽ ഭാരതം 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. അത് അംഗീകരിക്കുവാൻ ഇന്നും കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഈ രാഷ്ട്രീയക്കാർ, ചില പ്രതിപക്ഷ രാഷ്ട്രീയക്കാർക്ക് അപകർഷതാബോധം എന്നറിയാം. നമുക്കറിയാം, വീട്ടിൽ പാലുകാരൻ വന്നാൽ മൊബൈൽ വഴി ഇസ്തിരി ഇടുന്ന അയൺ ചെയ്യുന്ന ആൾക്കാർ വന്നാൽ ക്യാഷ് കൊടുക്കണ്ട, മൊബൈൽ ഗൂഗിൾ പേ, ഡിജിറ്റൽ അല്ല, ഈ സുരേഷ് ഗോപി എന്ന് വിവാദങ്ങളിൽ കുരുക്കാനാണോ LDFന്റെ തന്ത്രം? അതെ, ഇപ്പോൾ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അമിതമായി പോയോ എന്ന് സംശയമില്ലേ? അദ്ദേഹം വിളിച്ചിരിക്കുന്നത് മറ്റേ മോനെ എന്നാണ്. അല്ല, അതിപ്പോൾ സിനിമ സ്റ്റൈലിൽ ഡയലോഗുകളുണ്ടല്ലോ. നമ്മളെ കാഷ്വൽ വർത്തമാനം പറയുമ്പോൾ പറയില്ലേ നീ പോടേന്നൊക്കെ, ആ ഒരു ലാംഗ്വേജിൽ അവരെടുത്ത് അവർ തമ്മിൽ പല സിനിമകളിലും കൂട്ടുകാരായിരുന്നു, പല സിനിമകളിൽ. അപ്പോൾ സ്ഥിരം ഗവൺമെൻറ്റിന് വേണ്ടി സുരേഷ് ഗോപിയെ വാദിക്കുന്നത് ആ സിനിമാ ബന്ധമുള്ളത് കൊണ്ടാണ്. അങ്ങനെ കുറേ കാലം കൊണ്ടേ ഗണേശന് ഒരു ആക്കിയ സ്വഭാവം ഉണ്ടല്ലോ, ചിരി. മിനിസ്റ്റർക്ക്, ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ വർത്തമാനം തന്നെ എടുത്തു നോക്കുക, ഒരുതരം പുച്ഛവും ആക്കലും അതിലുള്ളത്. അപ്പോൾ ആ രീതിയിൽ സുരേഷ് ഗോപിയുടെ സ്വഭാവം എന്തായാലും അറിയാം. സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു വ്യക്തിയല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ പിന്നിലൊരു മഹാപ്രസ്ഥാനമില്ലേ, കുറേ ടെക്നോളജിസ്റ്റുകളല്ലേ, കുറേ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരില്ലേ. അപ്പോൾ സുരേഷ് ഗോപിയെ കൊണ്ടൊന്നും കഴിയില്ലെന്നാണ് മിനിസ്റ്റർ ഗണേഷ് കുമാറിൻ്റെ ധാരണ. അദ്ദേഹം കുറേ കാലം കൊണ്ടേ തൃശ്ശൂർ വരുമോ, പാലക്കാട് വരുമോ, കോഴിക്കോട് വരുമോ, തിരുവനന്തപുരത്ത് വരുമോ, കോട്ടയത്ത് വരുമോ എന്ന് ആക്ഷേപിക്കുന്നതെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ധ്വനിയിൽ വരുന്നത്. അതിനുള്ള മറുപടി അതേ ലാംഗ്വേജിൽ, അതേ സിനിമ സ്റ്റൈലിൽ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നു എങ്കിലും കാഷ്വൽ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റൊന്നുമില്ല. മറ്റേ മോനെ എന്ന് പറയുക ഗണേശാന്ന് വിളിക്കുന്നതിന് പകരമുള്ള ഒരു ലോക്കൽ ലാംഗ്വേജ് തിരുവനന്തപുരത്ത് പറയാറില്ല. തിരുവനന്തപുരത്ത് പഴയ പല സ്ലാങ്ങുകളുണ്ടല്ലോ. കാഞ്ഞിരംകുളത്ത് ചെല്ലുമ്പം ഒരു സൈഡിൽ അളിയ എവിടെ പോകണ്ടേ, നെടുമങ്ങാട് വരുമ്പോൾ അതല്ല, മച്ചമ്പി എവിടെ പോകണം, ബാലരാജ സൈഡ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ അളിയായി എവിടെ പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു ലാംഗ്വേജിൽ നമ്മൾ ഇത് കണ്ടാൽ മതി. അല്ല, സുരേഷ് ഗോപി പറഞ്ഞത് ഉത്തരം കൊടുക്കുവാൻ കെൽപ്പുള്ളൊരു ദേശീയ നേതാവായി സുരേഷ് ഗോപി മാറിയെന്നുള്ളതാണ് ഈ ഡയലോഗിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാനുള്ളത്. അത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മുൻവിധിയോടുകൂടി ഇത് അറിയുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് അടുത്ത് വരുന്ന പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിലും തിരഞ്ഞെടുപ്പ് പ്രചരണ കോലാഹലം ഉദ്ഘാടനത്തിനും അദ്ദേഹം വരുമ്പോൾ പല പദ്ധതി, അതിലൊന്ന് എയിംസ് ഉണ്ടാകും, 2 തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ഡെവലപ്മെൻറ്റ്, 3 ബ്രഹ്മോസ് DRDAയുടെ, 4 വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെത്, 5 സ്മാർട്ട് സിറ്റി ബസ്സും ഇവിടുത്തെ യാത്രാ ക്ലാഷും, പിന്നെ യുവാക്കളുടെ തൊഴിലിന് വേണ്ടിയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ, പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റും, 5 ജനങ്ങളുടെ പാർപ്പിട സൗകര്യം. എന്തായാലും ഈ കോർപ്പറേഷൻ ഇറങ്ങുന്നതിന് മുമ്പേ തിരുവനന്തപുരം സിറ്റിക്കകത്ത് വീടില്ലാത്തവർ ഇല്ലാതിരിക്കുവാൻ പാടില്ല എന്ന് മേയർ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടപ്പിലാക്കും. അതുപോലെ വിദ്യാഭ്യാസം, മറ്റേ പഠിക്കുന്ന കുട്ടികൾക്കുള്ള PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നില്ല. അവർക്ക് കോർപ്പറേഷൻ വഴി എന്ത് ചെയ്യുവാൻ പറ്റുമെന്നുള്ളത് ആരായി? അതിനുവേണ്ടിയാണ് ബഹുമാനപ്പെട്ട ലോക് ഭവനിൽ ഗവർണർ ഒരു മീറ്റിംഗ്, കൗൺസിലേഴ്സിനെ എല്ലാവരെയും വിളിച്ചല്ലോ. അതിനും പുച്ഛമായിരുന്നില്ലേ? ഗവർണർക്ക് എങ്ങനെ കോർപ്പറേഷൻ കൗൺസിലർമാരുടെ യോഗം വിളിക്കുവാൻ അധികാരം? ഇതൊക്കെ പറയുന്നതാരാ? ഇപ്പം BJP വന്ന റജി ലൂക്കോസിനെ പോലുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. 2 ആഴ്ചയ്ക്ക് മുമ്പ് റജി എന്നെ ഇത് അവർക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പുറത്തായപ്പോൾ അദ്ദേഹം നമ്മളാരുമല്ലെന്ന് നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നു. ഇതാണ് കേരള രാഷ്ട്രീയം. ഒന്നിനെ അംഗീകരിക്കുവാൻ ഉള്ള അപകർഷതാബോധം പ്രത്യേകിച്ച് LDF മുന്നണിയിലുള്ള എല്ലാ നേതാക്കൾക്കുമുണ്ട്. മന്ത്രിമാർക്കും ലീഡേഴ്സിനും അഹങ്കാരവും പുച്ഛവും ധാർഷ്ട്യവും. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു യോഗം വിളിക്കുവാനോ അതിൻ്റെ തമിഴ്നാട് സ്റ്റാലിൻ വിമർശിക്കുന്നു, അന്തസ്സായ വിമർശനം ചെയ്യുകയാണ് സ്റ്റാലിൻ.
പക്ഷേ തമിഴ്നാടിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് തമിഴ്നാട് ക്യാബിനറ്റ് എല്ലാം തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നു. കർണാടകത്തിൽ സിദ്ധാരാമയ്യയും ഡി കെ ശിവകുമാറും കട്ട പോരാളികളാണ് കേന്ദ്രമായിട്ട്. പക്ഷെ കർണാടകത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് മൈസൂർ, ബാംഗ്ലൂർ, മണ്ഡ്യ, കൊള്ളയാൽ തുടങ്ങിയ സ്ഥലങ്ങളുടെ ഡെവലപ്മെൻറ്റിന് കേന്ദ്രത്തിൽ പോയി സമ്മർദ്ദം ചെലുത്തും അവർ. കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് എന്ത് ഈ ഇവിടുത്തെ നഗരവികസന ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയെയോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരി പോലുള്ളവരെ കാണുവാൻ ഈ പുച്ഛിച്ച ഗണേഷ് കുമാർ ഇന്നുവരെ തയ്യാറായിട്ടുണ്ടോ? ആകെ പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്ററും. വേറെ ഏത് മിനിസ്റ്റർമാരാണ് അവരുടെ നമ്മുടെ GR അനിൽ പോയിട്ടുണ്ട്. പക്ഷേ സിവിൽ സപ്ലൈസ് പ്രശ്നം മോശമായ അരി കേരളത്തിൽ വന്നപ്പോൾ ഓർമ്മിപ്പിച്ചു. അത് നല്ല ചമ്പാവരി ഇപ്പോൾ കൊടുക്കുന്നു. ഈ 3 മിനിസ്റ്റർമാരെ മാറ്റിവെച്ചാൽ വേറെ ഏതൊക്കെ മിനിസ്റ്റർമാർ കേന്ദ്രമന്ത്രിമാരുമായിട്ട് സംവദിച്ചിട്ടുണ്ട്? സൂര്യാഗർ പദ്ധതിക്ക് വേണ്ടി വിദ്യുത് വകുപ്പ് മന്ത്രി, പുരപ്പുറ മറ്റേ സോളാർ കറണ്ടിന് വേണ്ടി, ടൗൺ ഡെവലപ്മെൻറ്റിന് വേണ്ടി PWD, ഗ്രാമവികസനത്തിന് വേണ്ടി എന്തെല്ലാം ഗ്രാമവികസനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുണ്ട്. കൃഷിക്ക് വേണ്ടി, വെള്ളത്തിന് വേണ്ടി, കുടിക്കുന്ന വെള്ളം, ഒരു മനുഷ്യന് ആവശ്യം കുടിക്കുവാൻ വെള്ളവും കാണുവാൻ വെളിച്ചവും ശ്വസിക്കുവാൻ ശുദ്ധമായ വായുവും. പരിസ്ഥിതിക്ക് വേണ്ടി ഇവർ എന്ത് ബാധിച്ചിട്ടുണ്ട്? പരിസ്ഥിതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് വനവാസി കല്യാണ ആശ്രമം എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിൻ്റെ പരിവാർ പ്രസ്ഥാനമാണ്. ഒരു മലകൾ ഇടിക്കുവാൻ അവർ അനുവദിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് അനുമതി കൊടുക്കരുതെന്ന് കത്തുകൾ അയക്കുകയാണ്. അതുകൊണ്ടാണ് വനപ്രദേശങ്ങളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് മെമ്പർമാരുണ്ടായിട്ടുള്ളത്. പരിസ്ഥിതി നമ്മുടെ അമ്മയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് മന്ത്രിമാർക്ക് സമയമില്ല. കേന്ദ്രമന്ത്രിമാരെയും ആരാധ്യനായ നരേന്ദ്രമോദിയെയും പുച്ഛിക്കുവാനേ സമയമുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. താങ്കൾ പല സോഷ്യൽ മീഡിയകളിലും എന്ത് ഡെവലപ്മെൻറ്റാണ് ഭാരതത്തിൽ വന്നിരിക്കുന്നത്. ഈ ഡെവലപ്മെൻറ്റ് തുരുങ്ങിയ 12 വർഷം കൊണ്ടല്ലേ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, പുതിയ ഇത് വിഴിഞ്ഞം പോലുള്ള പ്രോജക്റ്റുകൾ വന്നു. സംസ്ഥാന സർക്കാർ അതിലിടപെട്ടു ചെയ്തിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സംസ്ഥാന സർക്കാരിന് നിർണായക സ്വാധീനമുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അനുബന്ധ വ്യവസായങ്ങൾ ഇന്ന് സാംസങ്ങിൻ്റെ മൊബൈൽ കമ്പനി ചൈനയുടെ ഷാങ്ഹായിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് അപ്പടി പ്ലാന്റ് മാറ്റി വരുന്നു. എന്തുമാത്രം ടെക് ഉദ്യോഗസ്ഥന്മാർക്കും ജോലികൾ കിട്ടും മൊബൈൽ കമ്പനിയിൽ, ബിടെക്കുകാർക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിയ കാർ കമ്പനി തമിഴ്നാട്ടിൽ വരുവാൻ സ്ഥലം ചോദിച്ചിരിക്കുന്നു. കാരണം വിഴിഞ്ഞം തുറമുഖം വരികയാണെങ്കിൽ ഇവിടെ നിന്ന് കാർ മാനുഫാക്ചറിങ് ചെയ്ത് വലിയ കപ്പലുകളിൽ നിന്ന് അമേരിക്കൻ ഐക്യനാടുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും. വലിയ കപ്പൽ വന്നാൽ നങ്കൂരമിടണമെങ്കിൽ സിംഗപ്പൂരോ കൊളംബോയിലോ പോകണം, ദുബായിലോ പോകണം. ദുബായിലും 19-20 മീറ്ററേ ഉള്ളൂ, 23 മീറ്റർ തിരുവനന്തപുരത്ത് താഴ്ചയാണ്. അപ്പോൾ 45,000-ൽ പരം കണ്ടെയ്നർ 40 കപ്പാസിറ്റി പോർട്ട് വിഴിഞ്ഞത്ത് വരുന്നു. അതിന് പരിസ്ഥിതി മന്ത്രാലയം അനുമതി കൊടുപ്പിച്ചു. വീണ്ടും ഇറക്കി വയ്ക്കേണ്ട ബർത്ത് ചെയ്യുന്നു. 2ാം ഘട്ടം ബഹുമാനപ്പെട്ട CM തന്നെ ഈ മാസം ഉദ്ഘാടനം ചെയ്യുവാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം വിപ്ലവകരമായ മാറ്റമല്ലേ? ഈ ഗണേഷ് കുമാറിൻ്റെ പാർട്ടിയും കേരള കോൺഗ്രസും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എന്നേ പറയുന്നു ഹൈക്കോടതി ബെഞ്ച്, വിഴിഞ്ഞം തുറമുഖം, തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വികസനം. ഇത് സ്ഥിരമായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളം പ്രൈവറ്റ് വൽക്കരിച്ചതിനെതിരെ ലോക്കൽ കമ്മിറ്റികൾ സമരമായിരുന്നു. അദാനിക്ക് വിറ്റുവന്നു. വിഴിഞ്ഞം തുറമുഖം വലിയ അവരുടെ പത്രങ്ങൾ ഹെഡിങ് വന്നു, കടൽ വിറ്റു, കടൽ കൊള്ള. അപ്പോൾ ഇങ്ങനെയൊക്കെ പുച്ഛിച്ച് വന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ ജോലിക്ക് ആശ്രയിക്കുന്നതാരാണ്? അവരാണ്. അതിനെതിരെ സമരത്തിന് ഇറക്കിയതാരാണ്? അവിടുത്തെ ഒരു വിഭാഗം മതമേലധ്യക്ഷന്മാർ. ഇതിൻ്റെ ആനുകൂല്യം കൊയ്യുന്നതാരാണ്? ഈ മതമേലധ്യക്ഷന്മാരാണ് അദാനി പോർട്ടിൻ്റെ ഓഫീസേഴ്സിനെയും CEO-യെയും കണ്ട് ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഇതൊക്കെയാണ് എട്ടത്താപ്പും വിരോധാഭാസവും. അതുകൊണ്ട് സുരേഷ് ഗോപി പുച്ഛിച്ചതിന് യാതൊരു തെറ്റുമില്ല. അത് ലോക്കൽ ലാംഗ്വേജിലുള്ള ഹാസ്യ പ്രവർത്തനമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന നയനാർ സാർ, അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇവിടെ വരും. അദ്ദേഹം നർമ്മരസത്തിലുള്ള ആരെയും മുഷിപ്പിക്കാത്ത വർത്താനമാണ്. ബലാത്സംഗ കേസ്, ഐസ്ക്രീം പാർലർ കേസൊക്കെ പണ്ട് നടക്കുന്ന സമയം അദ്ദേഹം ഗാന്ധി പാർക്കിൽ പ്രസംഗം, എവിടെ ഉണ്ടായിരുന്നു നമ്മൾ പ്രസംഗം കേൾക്കാൻ പോകും. അത്ര
നല്ല പ്രാസംഗികനാണ് എ കെ നയനാർ സാറ്. അത് ബലാത്സംഗത്തിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ടോക്ക് എന്താണ്? അമേരിക്കയിലൊക്കെ ചായ കുടിക്കും പോലെയാണ് ബലാത്സംഗം, ഇവിടെ ചായ കുടിക്കും പോലെ. അതുപോലെ അദ്ദേഹം നർമ്മരസത്തിൽ അത്തരത്തിലുള്ള ഒരു ടോക്കായിട്ട് ഇതിനെ കണ്ടാൽ മതി. അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഇതിനെ പൊലിപ്പിച്ച് കാണിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിംസ് വന്നിരിക്കും, RDI ബ്രഹ്മോസ് കാട്ടാക്കട വന്നിരിക്കും, വിഴിഞ്ഞത്തിൻ്റെ പ്രവർത്തനത്തിന് ഫണ്ട് കൊടുക്കും. പരിസ്ഥിതി അനുമതി ഇപ്പോൾ കിട്ടുന്നില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഇവിടെ പരിസ്ഥിതി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവരുടെ കമ്മിറ്റി ഇവിടെ ഉണ്ട്. അവർ തീരുമാനിച്ചാൽ മതി. കേന്ദ്രത്തിൻ്റെ ഇത് തന്നെ വേണമെന്നില്ല. വിഴിഞ്ഞം പ്രോജക്റ്റിന് വേണ്ടിയുള്ള റോഡിൻ്റെ അലൈൻമെൻറ്റ് പ്രശ്നങ്ങൾ പ്രമാണങ്ങൾ വാങ്ങിച്ച് കയ്യിൽ വച്ചിരിക്കുന്നു. ഏകദേശം 2.5-3 വർഷമാകുന്നു. ഇതെല്ലാം കേന്ദ്രവും കേരളവും ഒരു മേശപ്പുറത്തിരുന്ന് ചർച്ച ചെയ്താൽ പരിഹരിക്കാമെന്നുള്ള ഇഷ്യൂവേ ഉള്ളൂ. കേരളത്തിൽ ഇത്തരത്തിലുള്ള എയിംസോ വ്യവസായശാലകളോ വന്ന് യുവതി-യുവാക്കൾ ഇത്രയും വിവരം വച്ച് വിദേശത്ത് പോകാതെ കേരളത്തിൽ തന്നെ നിൽക്കും, അച്ഛനമ്മമാരുടെ കൂടെ കഴിയും. ഇവർക്ക് കല്ലെറിയുവാൻ കുട്ടികളെ കിട്ടുകയില്ല. അതിൻ്റെ പുച്ഛമാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ നമ്മൾ വീക്ഷിച്ചാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.